ചിഞ്ചി അല്ലാടി ഇരിക്കുന്നത്. ഇന്നലെ പെണ്ണ് കാണാൻ വന്നതിനെല്ലാം എന്തായിന്ന് ചോദിച്ചിട്ട് പോകാം. മോളെ ചിഞ്ചോ. ആ ഇതാര് രാജേട്ടനോ? വരി കയറിയിരിക്കി. ഇല്ല മോളെ, ഞാൻ കയറുന്നില്ല. മോളെ ഇന്നലെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വന്നിട്ടില്ലേ ഞാൻ. എങ്ങനെയുണ്ട്, നല്ല കൂട്ടറാണോ? ആ അത് രാജേട്ടാ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെക്കന് ചെറുതായിട്ടൊന്ന് ചെവിക്ക് എന്തോ പ്രശ്നമുണ്ട്, കേൾവീൻ്റെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് നോക്കണോ എന്നുള്ളൊരിതിലാണ് നിൽക്കുന്നത്. ആണോ? എന്നാലും നമുക്ക് അത് ഒഴിവാക്കുന്നല്ല നല്ലത്. ആ രാജേട്ടാ അതന്നെയാണ് അപ്പം അമ്മയും പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മിക്കവാറും അത് ഒഴിവാക്കൽ തന്നെയായിരിക്കും. പിന്നെ അല്ലാണ്ട് മോളെ കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാവും. ആ അതന്നെ. അല്ല നിങ്ങൾ കുറേ നേരമായില്ലേ നിൽക്കുന്ന, ഇരിക്കി രാജേട്ടാ. നിങ്ങൾ കാല് കടയില്ലേ? ഇല്ല മോളെ, ഞാൻ വിവരമൊക്കെ അറിയാൻ വേണ്ടി വന്നത് കഴിഞ്ഞു. ഞാൻ പോട്ടെ, പിന്നെ വരാം. പാവുണ്ടാവും, എന്തുണ്ടെങ്കിലും വന്ന് അന്വേഷിക്കും. പിന്നെ ആ ഞാൻ ആ കുറേൻ്റെ പൈസ ഒന്ന് കൊടുത്തു വരാം ശ്യാമളേച്ചിക്ക്. ആ ആ അയ്യോ, പൈസ ഞാൻ ഇവിടെ വെച്ചല്ലോ. എടി ഫോൺ വന്നിട്ട് ഒന്ന് അത്തേ പോയാൽ ഫോൺ എടുക്കാൻ. എന്താ ഇപ്പം എടുത്തിനോ? പിന്നെ ഞാൻ നിങ്ങളെ പൈസ എടുക്കല്ലേ? ഇവിടെ വെച്ച പൈസ ഇവിടെ ഉണ്ടാവില്ലമ്മേ. ഞാൻ ഇത്രയും നേരം കൊലായി തന്നെ ഇല്ലേനോ? അല്ലടി, ഞാൻ അപ്പം ഇവിടെ വെച്ച് പോയിട്ടുള്ളൂ. നിങ്ങളല്ലാത്തൊരു പൈസയൊക്കെ അവിടെ വെച്ച് പോവോ? ആ ഞാൻ പൈസയും കൊണ്ട് നിൽക്കുമ്പോൾ അതിന് ഫോൺ വന്ന അപ്പം ഞാൻ ഓടി പൈസ ഇവിടെ വെച്ച്. ഞാൻ അത്തേക്ക് പോയാൽ ഇവിടെ ആരെങ്കിലും വന്നിനോ? അമ്മ ഇവിടെ ഇവിടെ ആരും വന്നില്ലല്ലോ. ആ രാജേട്ടൻ വന്നിനു. ആ മൂപ്പര് വന്നെന്താ പറയുക, ഇന്നലെ ഞാൻ പെണ്ണ് കാണാൻ വന്നില്ലേ, അതെന്തായെന്നൊക്കെ ചോദിക്കാൻ വന്നാ. മൂപ്പര് 5 മിനിറ്റ് പോലും ഇവിടെ നിന്നില്ല, വേഗം പോയിക്ക്. എന്നാൽ എനിക്ക് ഉറപ്പാ മൂപ്പര് തന്നെ. ആ പൈസ ഉണ്ട് മൂപ്പരെ കണ്ണ് മഞ്ഞളിച്ചുണ്ടാവും. അയ്യോ അമ്മ, മൂപ്പര് ഒന്ന് വെറുതെ പറയണ്ട. മൂപ്പര് നിൽക്കുമ്പോൾ ഞാനും മൂപ്പരും കൂടി വർത്താനം പറഞ്ഞ് ഞാൻ കണ്ടതല്ലേ. മൂപ്പര് എടുത്തിട്ടൊന്നുമില്ല പൈസ. പിന്നെ എന്തായിപ്പോയി? അമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങളോട് വെച്ച സ്ഥലം മറന്നോ? നിങ്ങളൊന്ന് തിരഞ്ഞു നോക്ക്. എന്നാ മൂപ്പര് കൈമിലാക്കിയത്. അമ്മ രാജേട്ടൻ ആ മുറ്റത്തുനിന്ന് ഇങ്ങോട്ട് കയറിയിട്ടല്ലേ, ഞാൻ എത്രയോ ഇരിക്കാൻ പറഞ്ഞിട്ട് കയറിയിട്ടല്ലേ. പിന്നെ എങ്ങനെ രാജേട്ടൻ മൂപ്പരയിലൂടെ ഇപ്പം പോകല്ലോ, അന്നേരം എന്തായാലും ചോദിക്കാം. ഞാൻ ചോദിക്കാണ്ടിരിക്കൂല. അമ്മേ അമ്മ മൂപ്പരൊന്നും അയക്കൂല. ആണ്. ആ അതാ പോകുന്ന മൂപ്പര്. ഞാൻ വിളിക്കട്ടെ. രാജേട്ടാ, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുമോ? എന്തായി മോളെ? ഇന്നിങ്ങോട്ട് വരി നിങ്ങൾ. എന്തായി മോളെ? കൊടുക്കട്ടെ. രാജേട്ടാ, ഞാൻ കുറുക്കി കൊടുക്കാൻ 500 ഉറുപ്പ്യ ഇവിടെ അച്ഛനോ നിങ്ങൾ എടുത്തിനോ? നിങ്ങളല്ലാണ്ട് ഒരു കുട്ടി ഇപ്പോൾ ഒരേ കയറിയില്ല. ഞാൻ അകത്തേക്ക് വരാം, അതുകൊണ്ട് ചോദിക്കുക. അയ്യോ മോളെ, 500 ഉറുപ്പ്യോ? ഞാൻ എടുത്തിട്ടില്ല മോളെ. അമ്മ ഒന്നും കൂടി നിൽക്ക്. തീർത്തടി. അമ്മ ഞാൻ അമ്മനോട് പറഞ്ഞല്ലേ രാജേട്ടൻ എടുത്തിട്ടില്ല, പിന്നെ വെറുതെ ചോദിക്കാൻ നിൽക്കണം. അമ്മ എന്നെ ഇവിടെ എടിയും വെച്ച് എടിയോ ആയി പോയിട്ടുണ്ടാവും. റെഡി ആയി പോകാനാ മൂപ്പര് തന്നെയാ അതെടുത്ത്. എന്തെടുത്താണ് ഇവിടെ പ്രശ്നം? കുറേ നേരമല്ലേ നിങ്ങൾ ഇവിടെ ഒച്ചമേൽ ഉണ്ടാക്കുന്നത്? അത് കുട്ടേട്ടാ, നേരത്തെ ഇവിടെ അമ്മ പൈസ വെച്ചിനും പോലെ, പക്ഷെ അതിപ്പോൾ കാണുന്നില്ല. അത് അമ്മ പറയുന്നത് രാജേട്ടൻ എടുത്തിട്ടുണ്ടാവുന്നു. രാജേട്ടൻ എന്തിനെടുക്കാനാ? അതല്ല, രാജേട്ടൻ നേരത്തെ ഇതിലേ പോകുമ്പോൾ എന്നാലും ഞാൻ പെണ്ണ് കാണാൻ വന്നില്ലേനോ, അതെന്തായും ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, അല്ലാണ്ട് ഈ പൈസ എടുക്കാനൊന്നുമല്ല. അതുമല്ല ചോദിച്ച് അപ്പം തന്നെ രാജേട്ടൻ പോവുകയും ചെയ്തിട്ടുണ്ട്. അയ്യോ മോളെ, എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കോലായിലേക്ക് കയറിയിട്ടില്ല. ഞാനത് ചോദിച്ചങ്ങ് പോയതല്ലേ. മോനെ, അമ്മ ഇത്തമ്പത്ത് പൈസ ചിപ്പം അകത്തേക്ക് പോയിട്ടുള്ളൂ. അതും ഇവിടെ ഉണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട്. വേറെ എവിടെയും വെച്ചില്ല, ഇവിടെ തന്നെയാണ്. നിങ്ങളത് വേറെ എവിടെയും കൊണ്ടുവച്ചിട്ടുണ്ടാവും. അതാദ്യം പോയി നോക്കി, അല്ലാണ്ട് ഇതിലെ പോകുന്ന കള്ളന്മാരൊക്കെ അല്ലേ ഉണ്ട്. ഞാൻ കള്ളനാക്കിയതൊന്നുമല്ല. മൂപ്പരല്ലാണ്ട് ഒരു കുട്ടി ഇവിടെ വന്നില്ല. മൂപ്പരല്ലാണ്ട് പിന്നെ ഞാൻ ആരെ പറയാനാ? ആന്ന് മോനെ, ഞാനിവിടെ 5 മിനിറ്റും കൂടെ ഇവിടെ നിന്നിട്ടില്ല. എനിക്ക് ആ പൈസ എടുക്കേണ്ട ആവശ്യം എന്താണ്? അത് സാരില്ല രാജേട്ടാ, അമ്മ പൈസ കാണാത്ത എപ്പോഴത്ത് പറഞ്ഞയ്യോ. ആ പൈസ എവിടെ ഉണ്ടാവുന്നേ? അമ്മേ ഒന്നുമില്ലെങ്കിലും വയസ്സിനെങ്കിലും മാനിക്കണം. നിങ്ങൾ എന്തിനാ വെറുതെ ഇല്ലാത്ത ഓരോന്ന് പറയാൻ നിൽക്കുന്നത്? ഇല്ലാത്തൊന്നല്ല. നമ്മള് സരസ്വൻ്റെ അവിടെ എന്തോ പരിപാടി എൻ്റെ അവിടെ 1000 ഉറുപ്പ്യ കാണില്ല അറിയണ്ടേ. അന്ന് മൂപ്പരാടെ പോയിക്ക്. അമ്മ അത് മൂപ്പര് മാത്രമല്ല, അന്ന് ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ പോയിക്ക്. മൂപ്പരെ മാത്രം സംശയിക്കാൻ പറ്റുമോ? ഇവിടെ മൂപ്പരല്ലാണ്ട് ആരെയും വന്നിട്ടുണ്ടോ? എനിക്ക് അമ്മനോട് പറയാൻ വയ്യ. ആ മോനെ, പൈസ ഇവിടെ എവിടെയും ഉണ്ടാവും, ഒന്ന് തിരഞ്ഞു നോക്ക്. ആ സാരില്ല, ഞാൻ നോക്കിക്കോളുണ്ട്. നിങ്ങൾ പോയിക്കോളി, കുഴപ്പമൊന്നുമില്ല. ആ അതിനെ അടക്കട്ടെ. ആ പൈസ എടുക്കാൻ പോരാ, നല്ലതിൽ നിൽക്കുന്നുണ്ടല്ലേ, പോകാൻ വരട്ടെ. അങ്ങനെ വിട്ടാൽ പറ്റൂല, ഒന്ന് പരിശോധിച്ചിട്ട് പോകാം. എന്നാലും പിന്നെ പരിശോധിക്കാൻ നിൽക്കല്ലേ രാജേട്ടാ. നിങ്ങൾ പോയിക്കോളി, ഞാൻ നോക്കിക്കോളുണ്ട്. വരി, പരിശോധിക്കാൻ നിൽക്കും. എവിടെയും വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെയോ? മോനെ, തെമ്പത്ത് തന്നെ ഒരു ഫോൺ വന്നേരം ഞാൻ വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അത്ര സമയമായിട്ടുള്ളൂ. ഒരു 2 മിനിറ്റ് ആയിട്ട് അയക്കൂ.
നിങ്ങൾ അതിന് പൈസ തന്നെ മോളെന്താ വെച്ചിനോ? ഫോണൊക്കെ വെച്ചിനോ? ഫോണൊന്നും വെച്ചില്ലടോ. ഫോൺ അടിഞ്ഞിട്ടല്ലേ ഞാൻ അകത്തേക്ക് ഓടിയ പൈസ ഇവിടെ വെച്ച്. ആ നല്ല കാര്യമായി. നല്ല കാറ്റടിച്ച് ചിലപ്പോൾ അങ്ങോട്ടേക്ക് പറന്നു ഉണ്ടാവും. ഇവിടെ ഏടെയല്ല, പിന്നെ ഏടെ ഉണ്ടാകാനാ? ഇവിടെ ഒന്നുമില്ല ഇടോ, മൂപ്പര് തന്നെയാ. പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളാ. ഇതാ നിങ്ങളെ പൈസ. അയ്യോ, അതങ്ങനെ അടിയെത്തി. അതെങ്ങനെ എത്തീന്? കൊണ്ടുപോയിക്കോളൂ. അവിടെ ഞാൻ അന്നൊക്കെ പറഞ്ഞു കാറ്റടിച്ചിന് എവിടെ നോക്കാൻ. ആ പാവം മനുഷ്യനെ വേണ്ടാത്തവരെന്ന് പറഞ്ഞിട്ട് മൂപ്പർ എത്ര ബേജാറായിട്ടാണ് പോയതറിയാം നിങ്ങൾക്ക്? അല്ലടോ, മൂപ്പരല്ലാണ്ട് ഇവിടെ ആരും വന്നില്ല. ഞാൻ വിചാരിച്ച് മൂപ്പരറ്റാൻ എടുത്ത് അയക്കുമെന്ന്. എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞൊക്കെ നിങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റുമോ? മൂപ്പരെ പറ്റി എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? ഇവിടുന്ന് പൈസ എടുത്തുള്ള പോട്ടെ, നിങ്ങൾ സർസേജിൻ്റെ ഏതോ കല്യാണപ്പുരം എന്നിട്ട് 1000 രൂപ പോയിന്ന് അതും മൂപ്പരെ തലയിട്ടല്ലോ നിങ്ങൾ. അത് സർസ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് മൂപ്പരും ഉണ്ടായിനാടാ. സർസ് പറഞ്ഞാൽ മൂപ്പരൊക്കെ വന്നേനൊന്ന്. നേരെ ഞാൻ വിചാരിച്ച് കണ്ടോൽ പറയുന്നിട്ട് ഓരോന്നോടൊന്നും ചെയ്യാൻ നിൽക്കും. നിങ്ങൾ വേഗം ചെല്ലി മൂപ്പരെ എടുത്ത് മാപ്പ് പറയും. എന്നിട്ട് പോയത് നിങ്ങൾ എവിടെ പൈസ കൊടുക്കാൻ വേഗം ചെല്ലി. മൂപ്പരെ കണ്ട് പറഞ്ഞിട്ട് പോയത് നിങ്ങൾ. അതൊന്നും വേണ്ട മോനെ. ചെല്ലി മൂപ്പരെ കണ്ട് മാപ്പ് പറയും. മൂപ്പരോട് മറന്നുപോയിണ്ടാവോ? വേണ്ട ചെല്ലി. മൂപ്പരെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ ഇനി. മൂപ്പരോട് മറന്നുപോയിണ്ടാവൂടോ. ഇത് വല്ലാത്തൊരു കഷ്ടമായിപ്പോയല്ലോ. ആന്ന് പഹേൻ അന്നേരം എന്തിനാ അതിനേക്ക് ഇങ്ങോട്ട് വന്നത്? ഇനി പേടെ പോയി നോക്കാനാ? പിന്നെ അല്ലാണ്ട് ഏട്ടാ, ഏട്ടൻ പറഞ്ഞത് ശരിയാ. അമ്മ അവിടെ പോയി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ അയാളെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? എല്ലാം അവിടെ പോയിട്ട് കൂടെ വന്നാൽ അറിഞ്ഞിക്കേ. അതന്നെ. ഇല്ല പിന്നെ അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. വെറുതെ ഓരോരുത്തരെ പറയാം. പാവം മനുഷ്യ ഒന്നും അറിയാണ്ട് വെറുതെ കള്ളം എന്നുള്ള പേരും കേൾക്കേണ്ടി വന്നു. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും രണ്ടും തിരിച്ചെടുക്കാനാവില്ല. അതുകൊണ്ട് ആരോട് എന്ത് സംസാരിക്കുമ്പോഴും ഒരു 100 തവണ ആലോചിച്ച് മാത്രം പറയാൻ ശ്രമിക്കുക. പിന്നീട് അത് പറഞ്ഞവർ മറന്നാലും കേട്ടവരുടെ മനസ്സിൽ മായാത്തൊരു മുറിവായിരിക്കും. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.